രേണുസുതി, ഞാൻ രേണുസുതിൻ്റെ ഒരു തമ്പനെയിൽ ഇട വെക്കുന്നുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ തമ്പനെയിൽ ഇടാം. അതായത് ഞാൻ 4th സ്റ്റേജിലാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ ഋതപ്പനെ, എൻ്റെ മകനെ ഞാൻ വേറെ ആർക്കും കൊടുക്കൂല. ഒരു 4-5 ആളെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് പറയുന്നത് ഞാൻ അവർക്ക് മാത്രമേ കൊടുക്കൂ, വേറെ ആരും നോക്കൂല, എൻ്റെ കുട്ടീനെ വേറെ ആരും എനിക്ക് വിശ്വാസമില്ല. പിന്നെ ഞാൻ മരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആളുണ്ട്. ഇതൊക്കെ ഇവരെ എന്തെന്നറിയില്ല, ഇവർക്ക് എന്ത് രോഗമാണോ, മാനസിക രോഗമാണോ? അതായത് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്തരം വൃത്തികെട്ട, അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു സത്യം പറഞ്ഞെങ്കിൽ ഈ രോഗമുള്ള ആളെ കൂടി റെസ്പെക്റ്റ് കളിയുന്നതാണ്. RCCയിലൊക്കെ പോയാൽ ഇഷ്ടംപോലെ ഈ രോഗത്തിൽ ഇതായത് സങ്കടം തോന്നുന്ന ഒരുപാട് ആടെ മൂമെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ പെണ്ണുങ്ങൾക്ക് എന്താണ് ആക്ച്വലി ആദ്യം ശ്രുതി മരിച്ചിട്ടാകുമ്പോൾ, ഈ ശ്രുതിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അയാൾ ഒരു നല്ലൊരു കലാകാരനായിരുന്നു. പക്ഷെ അയാളൊന്നും ലൈഫിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അയാൾ മരിച്ച ആളിപ്പോൾ നല്ലതേ നമുക്ക് പറയാൻ പറ്റും. മരിച്ച ആളിപ്പോൾ നമ്മൾ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? ഓക്കെ, അയാൾ മരിച്ചു, ഒരു ആക്സിഡൻറ്റിൽ അയാൾ മരിച്ചു. അയാൾ മരിച്ചിട്ടാകുമ്പോൾ ഈ രേണു എന്ന് പറയുന്നവൾ ഒരുപാട് സെൻറ്റിമെൻറ്റ്സ്, വിധവ എന്ന രീതിയിൽ അവർ സെൻറ്റിമെൻറ്റ്സ് എടുത്തു. ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഈ ലക്ഷ്മി നക്ഷത്ര അങ്ങനെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അതായത് ആദ്യം ഇവർ ഒരുപാട് അവര് 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എന്റെ കുഞ്ഞിനെ. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണല്ലോ, അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങളും. അത് ഞാൻ ഇന്ന് രാവിലെയാണ് എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. വിധവ എന്ന രീതിയിൽ ഒരുപാട് സെന്റിമെന്റ്സ് വർക്കൗട്ടാക്കി. ഇപ്പൊ രോഗി എന്ന രീതിയിൽ വർക്കൗട്ട് ആക്കുന്നുണ്ട് ഒരുപാട്. ഇതൊക്കെ എന്തിന്? ഇവർക്ക് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ സബ്സ്ക്രിപ്ഷനിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇവരുടെ യൂട്യൂബ് റവന്യൂ വരുന്നുണ്ട്, വീഡിയോസിന് വ്യൂസ് ഉണ്ട്. സാധാരണ ഇവരെ കോമഡി കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസോ എന്തെങ്കിലും പൊട്ടത്തരമുള്ള വീഡിയോസ് ഇട്ടാൽ ഇവർക്ക് വ്യൂസ് ഉണ്ട്, അതിൽ റവന്യൂ വരും. ഇവരെന്തിന് ഇങ്ങനെ ഇത്ര മോശമാണ്? എന്തിനാണ് ഇത്ര മോശമാവാൻ? എന്താണ് ഇവർക്ക്? വിധവ എന്ന രീതിയിൽ സെന്റിമെന്റ്സ് എടുക്കുക, എന്നിട്ടായിട്ട് വിധവയായിട്ടാ ബാറിൽ പോയി ഡാൻസ് കളിക്കുക, ഡിസ്കോ കളിക്കുക, അതിൻ്റെ വീഡിയോസും ക്ലിപ്സും വരിക. എന്നിട്ടിപ്പോൾ രോഗിയായിട്ടാകുമ്പോൾ മുടിയൊക്കെ മുറിച്ചിട്ടാകുമ്പോൾ വേറൊരു സെന്റിമെന്റ്സ് രൂപത്തിൽ വന്നു. അതായത് ഇനിയൊന്നും വയ്യ, ഇവിടുന്ന് എണീറ്റാൽ ഞാൻ സുവിശേഷം പറയാൻ പോകുന്നൊക്കെ പറഞ്ഞ ആളാണ്. പിന്നെ ഋതപ്പിന് വേണ്ടി ഞാൻ വിഗ് വെക്കുകയാണ്, എന്നിട്ട് വിഗ് വെച്ചിട്ട് വീഡിയോസൊക്കെ ഇട്ടു. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഇങ്ങനത്തെ ഒരു തമ്പുനയിലും കൊടുത്തിട്ട് എൻ്റെ ഋതപ്പിനെ ഞാൻ വേറെ ആർക്കും കൊടുക്കൂല, മറിച്ചത്. പിന്നെ ഒരുപാട് പൈസൻ്റെ കണക്ക് പറയുന്നുണ്ട്. കീമോക്ക് 2 ലക്ഷമാണ് മറ്റത്, അത് ഹോസ്പിറ്റൽ അതിനെതിരെ വരുന്നുണ്ട്. ഇവർ എന്തിനാണ് ഇങ്ങനെ ഇത്ര മോശമാണ് എന്തിനാണ്? ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, എല്ലാവരും കാണുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ വെകിളത്തരം പറയുന്നത് എന്തിനാണ്?